ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിവറ. അപ്പോൾ ജനനായകൻ പടത്തിന്റെ ട്രെയിലർ ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് യൂട്യൂബിൽ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ ട്രെയിലറിനെ പറ്റി സംസാരിക്കാനൊന്നല്ല ഇവിടെ വന്നിട്ടില്ലത്. പക്ഷേ തലപതി വിജയ് ഈസ് റിട്ടയറിംഗ് ഫ്രം സിനിമ കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അല്ലേ? അപ്പം എനക്കായാലും അത് പറയുമ്പം ഒരു സങ്കടമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു തലപതിന്റെ ഭ്രാന്തമായ ഒരു ആരാധകനെന്നല്ലെങ്കിൽ പോലും ലൈക്ക് ആസ് എ സിനി ലവർ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ വിജയ് എന്നുള്ളൊരു ഫാക്ടർ വല്ലാണ്ട് മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. ലൈക്ക് അതിപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിലായാലും എൻ്റെ ടീനേജിലായാലും എൻ്റെ കോളേജ് ഡേയ്സിലായാലും ലൈക്ക് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഞാനായാൽ പോലും എൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ വിജയ് എന്നുള്ളൊരു ഫാക്ടറിനെ ഒഴിച്ചുവിടാനേ പറ്റൂല. കാരണം അണ്ണൻ്റെ പടങ്ങൾ ലൈക്ക് തരുന്നൊരു എനർജി ഉണ്ട്. അതിപ്പോ തിയേറ്ററിനാണെങ്കിൽ ലൈക്ക് അണ്ണന്റെ പടം ഫാൻ ഷോ കയറി കാണുമ്പോൾ ആ ഓൾ തിയേറ്റർ നമുക്ക് കിട്ടുന്ന ഒരു ഓർമ്മയുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഓർമ്മയിലാണെങ്കിൽ ലൈക്ക് ലാലേട്ടന്റെയും വിജയിന്റെയും പടങ്ങൾക്ക് മാത്രമേ ആ ഒരു സാധനം എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട വിജയിന്റെ പടം എന്ന് പറയുന്നത് പോക്കിരിയാണ്. അത് ഞാൻ അന്ന് DVD ഇട്ടിട്ടാണ് ആ പടം കണ്ടിട്ടുണ്ടായത്. അന്ന് തൊട്ട് നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും എന്തോ ഒരു വ്യത്യാസം അയാളെ സിനിമകളിൽ അന്ന് തൊട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പിന്നീട് കുറെ സിനിമകൾ വിജയിന്റെ പിന്നെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ടൈമായ പിന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ വിജയ് പടങ്ങൾ കാണാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു തിയേറ്റർ ഓർഗാസം, വിജയ് പടത്തിന് പോയാൽ കിട്ടുന്ന ഒരു തിയേറ്റർ ഓർഗാസം. അത് വല്ലാതൊരു സംഭവമാണ്. അണ്ണന്റെ ആ സ്വാഗും സ്റ്റൈലും ഡാൻസ്. പുള്ളിയുടെ പടം എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരല്, അതിന്റെ ലൈക്ക് ടൈറ്റിൽ വരല്, അതിന്റെ ടീസർ, അതിന്റെ ഫസ്റ്റ് സിംഗിള്, ഇതൊക്കെ ഒരു ആഘോഷമായിരിക്കും യൂട്യൂബിലും ഇതിലൊക്കെ. അതിന്റെ ഓഡിയോ ലോഞ്ച് ഇതൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് ആലോചിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ലൈക്ക് ഇനിയിപ്പോൾ ജനനായകൻ എന്തായാലും പടം പോയി കാണണം. പടം എന്തോ ആവട്ടെ, പക്ഷെ പടം പോയി കാണണം. അപ്പോൾ നിങ്ങൾക്ക് വിജയ് എന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട വിജയ് അണ്ണന്റെ പടം ഏതാണെന്നില്ല ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ലൈക്ക് നോക്കട്ടെ, അണ്ണന്റെ ബാക്കി പരിപാടികളിൽ ഉഷാറാവട്ടെ നമുക്ക് ആശ്വസിക്കാം. വേറെ ഒന്നുമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.